ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഇഡ്ഡലിയും ചിക്കൻ പെരട്ടുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പെരട്ടിയൊരു കറി. പെരട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിട്ട് അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ വെക്കണ ഒരു രീതി നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് ഏട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതെങ്ങനെ കറി വെക്കണമെന്നൊന്ന് കാണിച്ചു തരാം. പിന്നെ എല്ലാ കൂട്ടുകാരും കാണുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, വീഡിയോ ഒക്കെ നല്ല വലിയ വീഡിയോ ഇടണം, ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണവരെ ഞാൻ അങ്ങോട്ടും എൻ്റെ മാക്സിമം ഞാൻ അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ. ചോറ് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോഴല്ലേ നമുക്കൊരു രസം. കമൻറ്റിലൂടെ ആണെങ്കിലും നമ്മളൊരു കുടുംബം പോലെ കഴിയുന്നതല്ലേ. അപ്പോൾ നമ്മളെല്ലാ വീട്ടിലത്തെ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് നമുക്ക് ഒരുമിച്ച് മുന്നേറാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചോറും വെച്ച് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. നമുക്കൊരു നേരത്തേക്ക് ഇത് ധാരാളമാണ്. കുട്ടികളൊന്നും അധികമൊന്നും കഴിക്കില്ല, ഒരു കഷ്ണമൊക്കെ കഴിക്കുള്ളൂ. അമ്മൂട്ടിക്കും അപ്പൂട്ടിക്കൊക്കെ അധികം കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മൾ ചിക്കൻ മസാല ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ പെരുംജീരകം പൊടിച്ചിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്, ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ്. പിന്നെ നമ്മളിതിൽ ചെറുനാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയാണ് നേരാക്കാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് നമ്മൾ മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ നേരാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയുള്ളി നേരാക്കാനൊക്കെ നല്ല പണിയാണ്, എന്നാലും ടേസ്റ്റ് ചെറിയുള്ളിയാണല്ലോ. അപ്പം നമുക്കത് ചെറിയുള്ളി കുറച്ച് നേരം ഇരുന്ന് മെനക്കെട്ടിരുന്ന് നേരാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ എന്താ പറയുക, ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അധികം ആരും വെക്കണത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ വെക്കണത്. നമ്മൾ എല്ലാം റെഡിയായി വന്നപ്പോഴേക്കും ഏകദേശം ഇരുട്ടായി. ഒരു 6 മണി 6:30 ആയപ്പോഴേക്കും ഏകദേശം ഇരുട്ടാവണുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ പുറത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് പുറത്തെ വിറകടുപ്പിലാണ് കേട്ടോ വയ്ക്കണത്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഉള്ളി മുറിച്ച് വെച്ചതൊക്കെ ഒന്ന് വഴറ്റാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. നല്ല ടേസ്റ്റുമാണല്ലോ വഴന്ന് വന്നിട്ട് കറിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും കൂടി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ പോലെ ചതച്ചിട്ടുണ്ട്. അതും കൂടി ഇത് വഴന്ന് വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചതച്ചിരിക്കണം, നമ്മൾ നന്നായി അരച്ചിട്ടൊന്നുമില്ല. ചതച്ചാലും നമുക്കതിൻ്റെ ടേസ്റ്റ് മണം ടേസ്റ്റൊക്കെ വരും. പിന്നെ ഞാനൊരു തക്കാളി 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലിടാനായിട്ട്. അതും കൂടി ഇട്ട് കൊടുത്തു. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ തിരുമ്പി വെച്ച നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ചിക്കൻ നമ്മൾ മസാലയൊക്കെ തിരുമ്പി ഒരു അരമണിക്കൂറോ ഇനിയിപ്പോൾ 1 മണിക്കൂറൊക്കെ നന്നായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തിരുമ്പി വെച്ചിട്ട് ഉള്ളിയൊക്കെ നേരാക്കി ആ ഒരു സമയം കൊണ്ട് അത് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ വെള്ളം ചേർത്തണില്ല, വെള്ളം ചേർത്താതെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ചു കൊടുത്തു. വെള്ളം ചേർത്താതെ ചിക്കൻ കറി വെക്കണമെന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറി തിളച്ച് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്.
ഒന്നുകൂടി അടച്ച് വയ്ക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആവാനായിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അതിൽ തന്നെ നല്ല ഗ്രേവിയൊക്കെ ഇറങ്ങി, നല്ല ഗ്രേവി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് അതിൻ്റെ വെള്ളം തന്നെ, ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വേറെ വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂറോളമായി നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ട്. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിട്ടും അതിൽ ഗ്രേവി അങ്ങനെ വറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതിലത്തെ വെള്ളം തന്നെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഈ നമ്മുടെ ചട്ടിയിലായതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് വറ്റി കുറുകി വരും. നമ്മൾ മുകളിൽ കൂടെ കുറച്ച്